ഹായ് ഹലോ, ഇന്ന് സദ്യ സ്പെഷ്യൽ നല്ല കാരമൽ ചെയ്തിട്ടുള്ള പാലട പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ സൂരജിൻ്റെ അരിയട എടുത്തിട്ടുണ്ട്. ഇനി 1 ലിറ്റർ വെള്ളം ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ നന്നായി ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ഒരു 2-3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അട ഇതിലേക്ക് ചേർക്കുമ്പോൾ ഈ അടയിലൊന്ന് മധുരം പിടിക്കാനായിട്ടാണ്. ഇനി അട നന്നായി ഒന്ന് കഴുകി ഈ തിളച്ച വെള്ളത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ ഒന്ന് മൂടി വയ്ക്കണം. ശേഷം 1 മണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കിയാൽ നന്നായിട്ട് അടയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ കാരമൽ ചെയ്താണല്ലോ പായസം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു ഉരുളി അടപ്പത്ത് വെച്ചിട്ട് ഞാൻ 1 ബൗള് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കാരമൽ ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം 1 ലിറ്റർ പാലെടുക്കുന്നുണ്ട്. ആദ്യം ഈ കാരമലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ കാരമൽ അപ്പത്തേക്കൊന്ന് നന്നായി കട്ട കെട്ടും. ഇനി ആ പാലിൽ തന്നെ ഈ കാരമൽ ഒന്ന് ലയിപ്പിച്ചെടുക്കണം. നന്നായി ആ കട്ട കെട്ടിയതൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ബാക്കി പാലോടം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അടയുണ്ടല്ലോ, അത് ഇതിലേക്ക് ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കാം. കാരണം ഈ അടയിൽ നമുക്ക് ഓൾറെഡി നന്നായിട്ട് മധുരം ആയിട്ടുണ്ട്. ഇനി ഒന്നോടെ കാരമലൊക്കെ ചെയ്ത് ഈ അടയൊന്ന് കുറുകി നമുക്ക് നല്ല സെറ്റായി കിട്ടണ്ടേ. അതിനു വേണ്ടി ചെറുതീയിൽ കുറച്ച് നേരം കൂടെ വെക്കുക. ഈ അടയിലേക്ക് ആ കാരമലൊക്കെ പിടിച്ച് അടയ്ക്കും അതേ കളറാവും. ഇനി ഞാൻ പഞ്ചസാരയുടെ ഒപ്പം കുറച്ച് ഏലക്ക പൊടിച്ചതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആഹാ, ഇപ്പോൾ തന്നെ നല്ലൊരു വാസന ഈ മുറി മൊത്തം പരന്നിട്ടുണ്ട്. ഇനി പായസം പൂർണ്ണമാകുന്നതിന് വേണ്ടി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിടണം. അതിനായി ഞാൻ 2 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. ഇനി ഈ പായസം എങ്ങാനും ബാക്കി വന്നാൽ തന്നെ നമുക്ക് ഈ മുന്തിരി ഇട്ടാൽ അല്പം പുളി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് നെയ്യിൽ നന്നായി ഒന്ന് വറുത്ത് കോരി പായസം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ട് സദ്യ സ്പെഷ്യൽ പാലട പായസം ഇവിടെ റെഡിയാണ്. ഇനി ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. ഒരു പപ്പടം കൂടി അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് പൊട്ടിച്ച് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. പായസം ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും വായോ, നമുക്കൊന്നിച്ച് കഴിക്കാം. അപ്പോൾ ടാറ്റാ ബൈ.